നാം തമിഴർ പാർട്ടി പന്തല്ലൂരിൽ ഒരു പൊതുപരിപാടിക്ക് തുടക്കം കുറിച്ചത് തന്നെ ഞാൻ പറയേണ്ടതില്ല, നിങ്ങൾക്കറിയാം. പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ നിർണയിക്കുകയാണ് തമിഴ്നാടിൻ്റെ മണ്ണിൽ, അതിൽ നീലഗിരി ജില്ലയിലും നിർണയിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, 117 സ്ത്രീകളും 117 ആൺകളും അടക്കമുള്ളവർ ഒരു പാർട്ടിക്കും അവകാശപ്പെടാൻ പറ്റാത്ത വിധത്തിൽ നാം തമിഴർ പാർട്ടി ഇന്ത്യയുടെ മണ്ണിൽ ചരിത്രം കുറിക്കുകയാണ്. 2026 ഇലക്ഷൻ നമുക്കറിയാം, മാറി മാറി ഭരിച്ചവർ ഈ മണ്ണിൽ വന്നിട്ട് എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ 10 വർഷം ഭരിച്ചുപോയ ദ്രാവിഡ മണി DMK-യുടെയാണ് വീണ്ടും ഇവിടെ സ്ഥാനാർത്ഥിയായി വരുന്നതെന്ന് ഓർക്കുമ്പോൾ വളരെ ഖേദകരമുണ്ട്. ഈ 10 വർഷം ഇവിടെ അധികാരം കയ്യിലുണ്ടായിട്ട് എന്താണ് ഇവർ ചെയ്തത്? ഇനിയും വാഗ്ദാനങ്ങളുടെ ഒരു മലയോളം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, DMK ഭരണത്തിൽ വരുന്ന സമയത്ത് പറഞ്ഞത് നീലഗിരി ജില്ലയുടെ ആനയുടെ ശല്യം, പട്ടയത്തിന്റെ കാര്യങ്ങൾ, കുടിവെള്ള പ്രശ്നങ്ങൾ, റോഡിന്റെ വിഷയങ്ങൾ, ഇങ്ങനെ വാരിക്കൂട്ടി ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറയുകയുണ്ടായി. ഒന്നും ഈ 5 വർഷത്തിനിടയിൽ ചെയ്തതായി എവിടെയും ആർക്കും അറിയുകയുമില്ല. ഇപ്പോ 2026 ഇലക്ഷൻ ഇവർ മുന്നിൽ കണ്ടുകൊണ്ട് പറയുകയാണ്, ഞങ്ങൾ വന്നാൽ ഈ നാട്ടിന്റെ വികസനം വളരെ പുരോഗതിയിലേക്ക് എത്തിക്കുന്നുണ്ട്. മുഖാസ്റ്ററിൽ പറയുകയുണ്ടായി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചെന്നൈയിൽ നോക്കിക്കൊണ്ട് ഐ ലവ് യു ചെന്നൈ എന്ന് പറയുമ്പോൾ ഐ ലവ് യു നീലഗിരി എന്നെന്താണ് പറയാത്തത്? എന്താണ് ഈ നീലഗിരിയിലുള്ളത്? നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഈ നീലഗിരി ജില്ലയുടെ പ്രശ്നങ്ങൾ പല മേഖലകളിലുമുള്ള പ്രശ്നങ്ങൾ, പകരം കുടിവെള്ള പ്രശ്നമായിരിക്കട്ടെ, റോഡിന്റെ പ്രശ്നമായിരിക്കട്ടെ, അതല്ലെങ്കിൽ മറ്റു മൃഗത്തിന്റെ ശല്യമായിരിക്കട്ടെ, പട്ടയത്തിന്റെ പ്രശ്നങ്ങളായിരിക്കട്ടെ, കരടിന്റെ പ്രശ്നങ്ങളിലാകട്ടെ, എവിടെയാണ് ഈ പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടുള്ളത് എന്ന് ഓർക്കുമ്പോൾ ഇവിടെയാണ് നാം തമിഴർ പാർട്ടി ഇവിടെ ആവശ്യമുണ്ടോ എന്നതിന്റെ അവതാരണ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുക. കഴിഞ്ഞ 5 വർഷമായിട്ട് ചെയ്യാൻ കഴിയുന്നില്ല. അവരെ കൂടെ കൂട്ടണി കൂടിയ മുസ്ലിം ലീഗ് അടക്കമുള്ള, അതല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ പോലെയുള്ള പ്രവർത്തകർ എന്റെ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ എവിടെയാണ് നിങ്ങൾ പോരാടിയിട്ടുള്ളത്? എവിടെയാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്ന് നിങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ നാം തമിഴ് പാർട്ടി കഴിഞ്ഞ 15 വർഷമായി നീലഗിരിയുടെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള കുടിവെള്ള പ്രശ്നങ്ങളിൽ ജനങ്ങളുടെ നിത്യ ഉപയോഗ വ്യവസ്ഥ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു പാർട്ടിക്കും സമരം ചെയ്തതായി കണ്ടില്ല. നമുക്കറിയാം, ഇപ്പൊ ഓഫറുകളുടെ ഓഫറാണ്. സാധാരണ വിഷും ഓണക്ക് വരുമ്പോ കടകളിൽ കാണാം നമുക്ക് ഓഫർ, മിക്സിക്ക് ഓഫറാണ്, ഫ്രിഡ്ജ് കൊടുത്താൽ ഓഫർ. അതുപോലെ ഇവരിപ്പോ ഓഫർ ചെയ്യാണ്, ഫ്രിഡ്ജ് തരാം, ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്യാസ് കുറ്റി നൽകാം, നിങ്ങൾക്ക് വാഷ് മെഷീൻ തരാം, നിങ്ങൾക്ക് കുക്കർ തരാം. നിങ്ങൾ കുക്കർ നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളിലേക്കുള്ള പരിപ്പ് ഞങ്ങൾ നൽകും. കാരണം വ്യവസായി ചിഹ്നം ഞങ്ങളതാണ്. ആ വ്യവസായി ചിഹ്നത്തിൽ നിന്ന് നിങ്ങൾക്ക് ഭക്ഷിക്കാൻ കൈകൊള്ളുന്നു. അതുകൊണ്ട് വ്യവസായികളെ മുന്നോട്ട് കൊണ്ടുവരേണ്ട ഒരു കാലഘട്ടമാണ്. വ്യവസായി ചിഹ്നം എന്ന് പറയുമ്പോൾ വ്യവസായികളുടെ കൂടെ നിന്നുകൊണ്ട് ഇവിടെയുള്ള തേയിലയുടെ പ്രശ്നം എടുത്തു നോക്കൂ. വ്യവസായമാണ്. ആരാണ് ഇതിനെതിരെ വില കൂട്ടിയിട്ടുണ്ടോ? സാധാരണ തേയില നിത്യോപയോഗമായി ഉപയോഗിക്കുന്നത് പോലെ ഉപയോഗിക്കുന്ന ഒരു വസ്തു, നമ്മുടെ വരുമാനം അത് തേയിലയാണ് നീലഗിരി ജില്ലയിൽ. അതിനെതിരെ എവിടെങ്കിലും വില കൂട്ടാൻ ഒരു സംസാരം ഉണ്ടായിട്ടുണ്ടോ? DMK ഇല്ല. മറുവശത്ത് ADMK 5 വർഷം ഭരിച്ചു. എന്തെങ്കിലും ഒരു പോരാട്ടം ചെയ്തോ? ദ്രാവിഡ കള്ളന്മാർ, ദ്രാവിഡ കൊള്ളന്മാരല്ലാതെ, ഈ നാടിനെ കട്ടുമുടിക്കാൻ വേണ്ടിയല്ലാതെ നിങ്ങൾക്ക് എന്താണ് ഇവിടെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പറയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ നാട്ടിനെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമായി ഇവർ ഇവിടെ മാറിക്കൊണ്ടിരിക്കുമ്പോ ഇപ്പോഴും 5 വർഷം അടുത്ത ഇലക്ഷന് പറയുന്നു പട്ടയം നൽകാം, റോഡ് നൽകാമെന്ന്. കൊള്ളസംഘം ഈ നാട്ടിന് തുരത്തേണ്ട കാലം അധികരിച്ചിരിക്കുകയാണ്. തിരിച്ചറിയണം സഹോദരങ്ങളെ. എന്താണ് ഇങ്ങനെ? രാത്രികാലങ്ങളിൽ ഇവിടെ സഞ്ചരിക്കാൻ പറ്റുന്നില്ല. രാത്രികാലങ്ങളിൽ ഈ റോഡിലൂടെ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകാൻ കഴിയുന്നില്ല. എന്തൊരവസ്ഥ!
ഇതെല്ലാം നിർണയിക്കാൻ പറ്റാത്തവരെയാണോ ഇനി ഇവിടെ നമ്മൾ ജയിപ്പിക്കേണ്ടത്? 2026 ഇലക്ഷൻ പോരാട്ടത്തിന്റെ ഇലക്ഷനാണ് നമുക്കുള്ളത്. പോരാട്ടം എന്ന് പറയുമ്പോൾ ഈ ദ്രാവിഡ കൊള്ളക്കാരെ ഈ നാട്ടിൽ നിന്ന് തുരത്തുക എന്നതാണ്. നമുക്കറിയാം, ഇവിടെയുള്ള മുസ്ലിം സമുദായങ്ങൾ എന്റെ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ നമുക്കറിയാം, DMK സർക്കാർ മുസ്ലിങ്ങളുടെ മൊത്ത കുത്തക അവകാശപ്പെടുകയാണ്. എന്താണ് മൊത്ത കുത്തക? നിങ്ങളാണോ മുസ്ലിം സമുദായത്തെ ഇവിടെ കാത്തു സൂക്ഷിക്കുമെന്ന് പറയുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഈ ചെന്നൈയിലടുത്ത് അമ്മാപ്പെട്ട എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു പള്ളി 400 വർഷം പഴക്കമുള്ള പള്ളി, ആ പള്ളി തച്ചു തകർക്കുമ്പോ എവിടെയായിരുന്നു ദ്രാവിഡ പാർട്ടികൾ, അതിന്റെ പോഷക സംഘടനകൾ, മുസ്ലിം ലീഗുകാർ എവിടെയായിരുന്നു? തമിഴ്നാട് മുസ്ലിം മുന്നേറ്റം എവിടെയായിരുന്നു? ഇപ്പോഴുള്ള സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ SDPI എവിടെയായിരുന്നതാ? നിങ്ങൾക്ക് നിങ്ങളെ ചിന്തിക്കണമെന്നതാണ്. ആരാണ് നിങ്ങൾ? ഈ പള്ളി പൊളിച്ച് 400 കുടുംബങ്ങളെ ഈ നാടത്തിന് തുരത്തി വിടുമ്പോ എന്നിട്ട് ദ്രാവിഡ പാർട്ടികളുടെ കൂടെ കൂടിയിട്ട് അവർക്ക് വോട്ട് കൊടുക്കാൻ എന്തിനു കൊടുക്കണം? ഈ സമുദായത്തെ വഞ്ചിക്കുന്ന അവർക്ക് നിങ്ങൾ വോട്ട് കൊടുക്കണമെന്ന് ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങൾ ശ്രദ്ധിക്കണം. ഉത്തരേന്ത്യയിൽ ക്രിസ്ത്യാനികളെ ബലാത്സംഗം ചെയ്യുമ്പോൾ, ക്രിസ്ത്യൻ പള്ളികൾ പൊളിക്കുമ്പോൾ, അവരുടെ ദേവാലയങ്ങൾ തച്ചു തകർക്കുമ്പോ എന്നിട്ട് പറയുന്നു മിണ്ടാതിരിക്കുന്നു. ഈ ശ്രീലങ്കയിൽ അടുത്ത പ്രദേശത്ത് എന്റെ ശബ്ദം ശ്രവിക്കുന്ന തമിഴിനത്തിലെ എന്റെ സഹോദരങ്ങൾ എന്റെ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ശ്രീലങ്കയിലെ തമിഴ് മക്കളെ ക്രൂരമായി കൊല ചെയ്യുമ്പോ, കുട്ടികളെ ബലാത്സംഗം ചെയ്യുമ്പോ അതിനെതിരെ ശബ്ദിക്കാത്ത DMKയും ADMKയും പോഷക സംഘടനകൾക്ക് നിങ്ങൾ വോട്ട് നൽകണമെന്ന് നിങ്ങൾ 2026 ഇലക്ഷൻ നിങ്ങൾ ചിന്തിക്കണം. ഏറ്റവും വലിയ അവകാശം, നമ്മുടെ അവകാശം, ഏറ്റവും വിലപ്പെട്ട അവകാശം ഇവർക്ക് കൊടുത്തിട്ട് 1000-500 കല്ലിനും ഭക്ഷണത്തിനും വേണ്ടി ഇവിടെ വിൽപ്പന നടക്കരുത്. വിൽപ്പന ചരക്കാക്കി നമ്മുടെ ദ്രാവിഡ പാർട്ടികളുടെ മുന്നിൽ നമ്മൾ അടിയറ വെക്കരുത് നമ്മൾ എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഇവിടെയുള്ള നല്ലവരായ ജനാധിപത്യ വിശ്വാസികളോട് വേദന കൊണ്ട് പറയുകയാണ്, ആവേശം കൊണ്ടല്ല, വേദന കൊണ്ട്. 50 വർഷക്കാലമായിട്ട് നല്ലൊരു ഹോസ്പിറ്റൽ, നല്ലൊരു മെഡിക്കൽ കോളേജുകൾ എവിടെയാണ് ഇവിടെ ഉള്ളത്? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ബത്തേരിയിലേക്ക് പോകണം. രാത്രി കാലങ്ങളിൽ ഒരു മരിച്ചു കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടത്തിന് പോയാൽ കൂടല്ലോ അല്ലെങ്കിൽ കൊണ്ടല്ലോ. ഇവിടെ വന്ന് എന്താണുള്ളത്? എന്തിനാണ് ദ്രാവിഡ പാർട്ടി ഒരു ഹോസ്പിറ്റലിൽ തരാൻ പറ്റാത്ത 1000-2000 വേണ്ടി ഇവർക്ക് പിച്ച കൊടുക്കുന്നത് പോലെ നമ്മുടെ അവകാശം എന്തിനു കൊടുക്കണം എന്ന് നിങ്ങൾ ചിന്തിക്കണം. സഹോദരങ്ങളെ, തിരിച്ചറിയണം ഇത്. നാം തമിഴ് പാർട്ടി കഴിഞ്ഞ 15 വർഷകാലമായി പോരാട്ടത്തിലാണ്. മുസ്ലിങ്ങളുടെ കുത്തക എന്ന് പറയുന്നു. മുസ്ലിങ്ങളിൽപ്പെട്ട 40ഓളം വരുന്ന പ്രതികൾ ഇന്നും കോയമ്പത്തൂരിന്റെ സെൻട്രൽ ജയിലിൽ കിടക്കുമ്പോ അതിനുവേണ്ടി എവിടെയുള്ള സുപ്രീം കോടതിയിൽ നിന്ന് വിധി വന്നോ, ഹൈക്കോടതിയിൽ നിന്ന് വിധി വന്നോ, പുറത്തുവിടാൻ ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുഖ സ്റ്റാലിൻ പറഞ്ഞത് അവരെ വിട്ടാൽ നാട്ടിൽ വിട്ട പ്രശ്നമാകും. കാരണം ആരാ പറയുന്നത്? കരുണാനിധിയുടെ മകൻ. ആരാ കരുണാനിധി? മുസ്ലിങ്ങൾ ആദ്യമായി തീവ്രവാദി എന്ന് പറഞ്ഞ അവരുടെ മകൻ മുഖ സ്റ്റാലിൻ. തിരിച്ചറിയാം സഹോദരങ്ങളെ. പിന്നെയാണോ ഭാവിയിലെ മസ്ജിദ് തകർക്കുമ്പോ ശബ്ദിക്കാത്തത്? ക്രിസ്ത്യൻ യുവാക്കളുടെ ദേവാലയങ്ങൾ തകർക്കുമ്പോ, ഈ നാട്ടിന്റെ തൈല പ്രശ്നം പറയുമ്പോ, നീലഗിരിയുടെ പ്രശ്നങ്ങൾ പറയുമ്പോ എങ്ങനെ ശബ്ദിക്കാൻ ഇവർ? തിരിച്ചറിയണം. ഇത് പറയുമ്പോ വേദനയുണ്ട് ഞങ്ങൾക്ക്. ഇത് പറയാൻ ഒരു പാർട്ടി തമിഴ്നാട്ടിൽ വേണ്ടേ? മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പോലെയുള്ള SDP അടക്കം ഒരു സീറ്റിനെ പിച്ച വെച്ചോ. DMKയുടെ കൂടെ മനിതരെയും മക്കൾ പക്ഷി വിടുതലെ സ്ഥലത്ത് എല്ലാം പറയുന്നു തമിഴ് ദേശത്തിനാണെന്ന്. തമിഴ് മണ്ണിനെ വിറ്റ് കട്ടുമുടിക്കുന്നു. എന്നിട്ട് പറയാണ് ഞങ്ങൾ 5000 രൂപ ഞങ്ങൾ നൽകുന്നു. എന്തിനാ നൽകിയപ്പോ? ഏപ്രിൽ മാസത്തിൽ എന്തെങ്കിലുമൊക്കെ ചെലവ് ചെയ്യാമെന്ന്. ഈ 5 വർഷത്തിൽ എത്ര ഏപ്രിൽ മാസം വന്നു? എന്തുകൊണ്ട് കൊടുത്തില്ല? തിരിച്ചറിയാം. എന്നിട്ട് പോയി വോട്ട് അവകാശമായപ്പോ 5000 രൂപ തന്നു. പെണ്ണുങ്ങൾക്ക് 1000 കൊടുത്തു. പഠിക്കുന്നവർക്ക് ബസ്സിന് ചാർജ് ഫ്രീ, ബസ്സിന് ഫ്രീ. അവർക്ക് വേണ്ട കമ്പ്യൂട്ടർ കൊടുക്കുന്നു. ഏതോ ചൈനയിൽ നിന്ന് കൊടുത്ത കമ്പ്യൂട്ടർ. എന്നാൽ ഞങ്ങൾ പറയുന്നു, നിങ്ങൾ പഠിച്ചു വളർന്നാൽ നിങ്ങൾക്ക് ജോലി നൽകും. ഈ മണ്ണിൽ സീമാനന്ദം പറയുന്നു ജോലി നൽകുമെന്ന്. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ജോലി നൽകും. നിങ്ങൾ ഇവിടെ ഓഫർ ചെയ്യുന്ന കുക്കർക്ക് പരിപ്പോ അരിയോ കൊടുക്കണമെങ്കിൽ വ്യവസായ ചിഹ്നം തന്നെ വേണം. അത് തിരിച്ചറിയണം. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെ, നാം തമിഴർ കാർത്തി ഇത് ഇന്ന് പറയാൻ തുടങ്ങിയതല്ല, കഴിഞ്ഞ 15 വർഷമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
നമുക്കറിയാം താളൂരിൽ ഒരു വിഷയം, ഞങ്ങൾ ഇടപെട്ടപ്പോ നമ്മുടെ മണ്ണ് മറ്റുള്ള മണ്ണൻ കൊള്ളയടിക്കാൻ ശ്രമിച്ചപ്പോൾ ആ മണ്ണ് ഞങ്ങൾ തിരിച്ചു പിടിച്ചു. ഞങ്ങൾ സമരം ചെയ്തപ്പോൾ അവിടെ വന്നു. ഇവിടെ നമുക്ക് മസ്നക്കൊടിയിൽ 50 വർഷമായി ഒരു വികസനം നടക്കാത്ത നാട്, നമുക്കറിയാം തൊപ്പക്കാടിൽ നിന്ന് ചുരുങ്ങിയ കിലോമീറ്റർ. അവിടെ എത്തിയപ്പോൾ അവിടെ കറണ്ട് ഇല്ല, അവിടെ വീടുകളില്ല, ഒന്നുമില്ല. ആ വീടുകളിലേക്ക് ചെന്നപ്പോൾ അവിടെയുള്ള അമ്മമാര് ഞങ്ങളുടെ സ്ഥാനാർത്ഥി കാർത്തികിനോട് സംസാരിച്ചിട്ട് പറഞ്ഞു, കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഞങ്ങളുടെ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല എന്ന്. അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ മാനിരപ്പുറപ്പാളരും ഇവിടെയുള്ള മണ്ഡലം സെക്രട്ടറി പോലെയുള്ള മാര്യപ്പനും ഗേദീസറിയായും അതിലെ നമ്മുടെ തോമസ് എല്ലാം കൂടി ഇവിടുന്ന് പോയി. അവിടെ പോയിട്ട് സ്ട്രീറ്റ് ലൈറ്റ് വെച്ച് കൊടുത്തു. ആ സ്ട്രീറ്റ് ലൈറ്റ് കത്തിച്ചപ്പോൾ അവരുടെ പുഞ്ചിരി ഉണ്ടല്ലോ, അത് കാണാൻ വല്ലാത്തൊരു അത്ഭുതമായിരുന്നു. അങ്ങനെ സ്വന്തം കയ്യിൽ നിന്ന് പണമെടുത്ത് ചെയ്യുന്ന ഒരു പാർട്ടി നിങ്ങൾക്ക് അവകാശപ്പെട്ട് പറയാമെങ്കിൽ അത് നാം തമിഴ് പാർട്ടിയാണ്. നാം തമിഴർ പാർട്ടി തമിഴയുടെ പാർട്ടിയാണ്. ഞാനൊരു മലയാളി, ഇവിടെ കർണാടകക്കാരനുണ്ട്, തെലുങ്കനുണ്ട്, ഇവിടെ എല്ലാവർക്കും സ്ഥാനമുണ്ട്. ഈ തമിഴ്നാടിന്റെ മണ്ണിൽ എല്ലാ മതങ്ങളെയും എല്ലാ വിഭാഗങ്ങളെയും കൂട്ടിപ്പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു പാർട്ടി എവിടെയാണ്? എത്ര സ്ത്രീകളുണ്ട് DMK-യിൽ, എത്ര ADMK-യിൽ എത്ര സ്ത്രീകളുണ്ട്, എത്ര ആൺകളുണ്ട്, അതിൽ എത്ര ന്യൂനപക്ഷത്തിന്റെ ആളുകളുണ്ട്, എത്ര മുസ്ലിങ്ങളുണ്ട്, എത്ര ക്രിസ്ത്യാനികളുണ്ട്? അത് പരിശോധിച്ചാൽ, നാം തമിഴർ പാർട്ടി പരിശോധിച്ചാൽ, അങ്ങനെ ഒരു പാർട്ടി ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ കാണിക്കാൻ കഴിയുന്നത് നാം തമിഴർ പാർട്ടി തമിഴ്നാട്ടിൽ നിന്ന് മാത്രമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കും. പിന്നെ പോരാട്ടം, ഞങ്ങൾ പോരാട്ടത്തിലാണ്. കാരണം പോരാട്ടം ചെയ്ത് പരിചയ സമ്പന്നമുള്ള ഒരു പാർട്ടിയുടെ തലവരുടെ, ദേശീയ തലവരുടെ പേരെന്താണെന്നറിയോ? പ്രഭാകരൻ. അവരുടെ അണ്ണൻ തമ്പിര സീമാനന്റെ ആൺകുട്ടികളാണ് ഞങ്ങൾ. സമര പോരാട്ടത്തിൽ ഇവിടെ ഉണ്ടാകും. പിന്നെ മുസ്ലിങ്ങൾ എല്ലാരെയും RSS അങ്ങനെ തൂക്കിയിട്ടാണ് പോകും, BJP വന്നാണ് പോകും. അതുകൊണ്ട് DMK ആണ് ജയിക്കേണ്ടതെന്ന് പറയുന്നിടത്ത് ഞങ്ങൾ പറയുന്നു, വരുന്ന സമയത്ത് ഇവരുണ്ടാവില്ല. അവസാനം വന്നു പെടേണ്ട സ്ഥലം നാം തമിഴർ പാർട്ടിയാണ് നിങ്ങൾക്ക് എന്നുകൂടെ ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങൾ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെ, നമുക്കറിയാം നമ്മുടെ നാടിന്റെ അവസ്ഥകൾ, നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റിന്റെ അവസ്ഥയിൽ. ഇവിടെ അരിച്ചാലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നാറാണ്, പന്തല്ലൂരാണ്. ഒരു കാലത്തൊക്കെ വരുമ്പോ നടന്നു പോകാൻ പറ്റിയിരുന്ന സ്ഥലം നാറാണ്. ഈ പന്തല്ലൂരിന്റെ അവസ്ഥ നോക്കൂ, എന്തൊരവസ്ഥയാണ് ഇവിടെ. തിരിച്ചറിയണം, നമ്മുടെ നാടിന്റെ അവസ്ഥയാണ്. റോഡുകളില്ല. അതുകൊണ്ട് നല്ലവരായ ജനാധിപത്യ വിശ്വാസികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ 2026 ഇലക്ഷന് ഞങ്ങളുടെ സഹോദരൻ കാർത്തിക് എന്ന സഹോദരൻ ഇവിടെ മത്സരിക്കുകയാണ്. നാട്ടിനറിയുന്ന, നാട്ടുകാരെ അറിയുന്ന, അല്ലെങ്കിൽ തെലങ്കാനയിൽ നിന്നോ ചെന്നൈയിൽ നിന്നോ അതല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിൽ നിന്ന് കൊടുക്കുന്നതല്ല. ഇവിടെയുള്ള അടുത്ത പ്രദേശത്ത് നമ്മുടെ നാട്ടുകാരിന് തൊട്ടടുത്ത് ഇവിടെ വന്നിട്ടുള്ള ഒരു സഹോദരനാണ് ഇവിടെയുള്ളത്. ആ നാടിനറിയുന്ന സഹോദരൻ നിങ്ങളുടെ മുന്നിൽ വോട്ടപേക്ഷിച്ചു വന്നിരിക്കുകയാണ്. ഞങ്ങളും നിങ്ങളോട് ചോദിക്കുകയാണ്. അതുകൊണ്ട് നല്ലവരായ ജനാധിപത്യ വിശ്വാസികൾ, ഇനി ഈ പാർട്ടികളുടെ ദ്രാവിഡ കൊള്ള സംഘത്തിൽ നിന്ന് മോചിപ്പിക്കണമെങ്കിൽ 2026 ഇലക്ഷൻ നമ്മൾ പരിപൂർണമായി ശ്രദ്ധിക്കപ്പെടേണ്ട. 1000 നിങ്ങൾ വാങ്ങിക്കോളൂ. നമ്മുടെ നികുതി പണം 10.5 ലക്ഷം, 5000 അറിയാം, 5000 തന്നത് 10.5 ലക്ഷം കോടി രൂപ അവിടെ നിന്ന് കടം വാങ്ങി തന്നു. മാസത്തിൽ 1 കോടി വട്ടി കൊടുക്കണം. ഈ പണം വാങ്ങിയിട്ട് 5000 തന്നിട്ടാണ് നിങ്ങളോട് വോട്ട് ചോദിക്കുന്നത്, ഞങ്ങൾ വന്നില്ലേ എന്ന് പറയുന്നത്. അതുകൊണ്ട് തിരിച്ചറിഞ്ഞു നമ്മുടെ നികുതി പണം കൊള്ളയടിക്കുകയാണ്, നമ്മുടെ പണം കൊള്ളയടിക്കുകയാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങൾക്കൊരു അവസരം നിങ്ങൾ നൽകണമെന്നും, ഈ നാടിന്റെ വികസനത്തിന്, ഈ നാടിന്റെ പ്രതിസന്ധികളിൽ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാ നല്ലവരായ പന്തല്ലൂരിലെ ജനാധിപത്യ ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നാം തമിഴർ.